Hi all. Today we are going to discuss BEGC 105 American Literature, The Last Block, Unit 2. വാൾട്ട് വിറ്റ്മാൻ എഴുതിയിട്ടുള്ള 2 poems ആണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നോക്കാനുള്ളത്. സോ ആസ് യൂഷ്വൽ നമുക്ക് ആദ്യം ഈ ഒരു എഴുത്തുകാരനെ കുറിച്ചിട്ട് നോക്കാം. വാൾട്ട് വിറ്റ്മാൻ ആണ് ഈ രണ്ട് കവിതയും എഴുതിയിട്ടുള്ളത്. 1819 to 1892 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ദ ഫാദർ ഓഫ് ഫ്രീ വേഴ്സ് എന്നാണ്. അഥവാ അദ്ദേഹമാണ് ആ ഒരു അമേരിക്കൻ പോയട്രിയെ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രീ സ്റ്റൈലിൽ വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. അഥവാ ഒരു പോയം എഴുതുമ്പം ആ ഒരു കാലഘട്ടത്തിലൊക്കെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കൽ നിർബന്ധമായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു മീറ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് റൈമിങ് വേർഡ്സിൽ റൈമിങ് സ്കീം ഇതൊക്കെ വെച്ചിട്ടായിരിക്കും അന്നത്തെ കവിതകൾ പലപ്പോഴും എല്ലാവരും എഴുതുന്നത്. പക്ഷേ ഇദ്ദേഹം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടും സ്വതന്ത്രമായിട്ടുള്ള ഒരു ഫ്രീ വേഴ്സാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. അഥവാ ഒരു ആലങ്കാരികപരമായിട്ടുള്ള വാക്കുകളൊന്നും അധികം ഉപയോഗിക്കാതെ ഒരു യാഥാർത്ഥ്യ ബോധത്തെയാണ് അദ്ദേഹം ആ ഒരു കവിതയിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അഥവാ സത്യം എന്താണോ ഒരു റിയൽ ആ ഒരു സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അവബോധമാണ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ പലപ്പോഴും അദ്ദേഹം നമുക്ക് തെളിയിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ തീമുകൾ പലപ്പോഴായിട്ടും കാണുന്നത് ഒന്നെങ്കിൽ ഡെമോക്രസി അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസത്തെ കുറിച്ചിട്ട്, നേച്ചറിനെ കുറിച്ചിട്ട്, സ്പിരിച്വാലിറ്റിയെ കുറിച്ചിട്ട്, ദെൻ യൂണിവേഴ്സൽ ബ്രദർഹുഡിനെ കുറിച്ചിട്ട്, അഥവാ ഈ ലോകം തന്നെ ഒന്നാണ്, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെയുള്ള ഒരു അതിൻ്റെയൊക്കെ ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് അദ്ദേഹത്തിൻ്റെ നമുക്കൊരു പോയം പഠിക്കാനുണ്ട്. രണ്ടാമത് ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആ ഒരു പോയത്തിന് ശേഷം നമുക്ക് എന്താണ് ദ പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്ന ഒരു പോയം പഠിക്കാനുണ്ട്. അതിൽ പറയുന്നത് തന്നെ ആ ഒരു നമ്മൾ യൂണിവേഴ്സലായിട്ട് എല്ലാവരും കണക്റ്റ് ആയിരിക്കണം, ആ ഒരു സ്നേഹം എപ്പോഴും നിലനിൽക്കണം എന്നുള്ള രീതിയിലാണ് ആ ഒരു പോയം വരുന്നത്. സോ അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ തീമായിട്ട് എല്ലാവരും ഒരുമിച്ച് കാണും. അതുപോലെ തന്നെ ഇക്വാലിറ്റി അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു തീമാണ്. ആരെയും വേർതിരിച്ച് കാണാതെ എല്ലാവരെയും ഒരുമിച്ച് ഒരേ രീതിയിൽ കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചു എന്നുള്ളതാണ്. സോ അതിന് ഒരു ഇക്വാലിറ്റിക്ക് അദ്ദേഹത്തിൻ്റെ പോയംസിലൊക്കെ ഭയങ്കരമായിട്ട് വാല്യൂ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. സോ ഇതാണ് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോയമായിട്ടുള്ള ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന പോയത്തിനെ കുറിച്ചിട്ട് നോക്കാം. ഒരു ഇമ്പോർട്ടൻറ്റ് പോയം. നമുക്കറിയാം ഇതൊരു എലജി ആയിട്ടുള്ളൊരു പോയം, അഥവാ ഒരു സാഡാണ്, ഒരാളെ ഡെത്തിനെ കുറിച്ചിട്ട് അതിൻ്റെ ഒരു വിഷാദത്തിൽ എഴുതിയിട്ടുള്ളൊരു പോയമാണ്. 1865 ഈ ഒരു പോയം അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ക്യാപ്റ്റൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമേരിക്കയിലെ 16ാമത്തെ പ്രസിഡൻ്റായിട്ടുള്ള എബ്രഹാം ലിങ്കനെയാണ് കേട്ടോ. സോ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരു സാഡ് സോങ് ആയിട്ടാണ് ഈ ഒരു പോയം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അത്രയും മനസ്സിലാക്കി വെക്കുക. അഥവാ ഈ എബ്രഹാം ലിങ്കനെ കുറിച്ചിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. 1861 മുതൽ 1865 വരെ നടന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ യുദ്ധമാണ് അമേരിക്കൻ സിവിൽ വാർ. ഒരുപാട് സ്ലേവറിക്കൊക്കെ എതിരെ, അടിമത്തത്തിനെതിരെ നടന്ന യുദ്ധമാണത്. അഥവാ അമേരിക്കയിലെ തന്നെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ തന്നെ സൗത്തും അതുപോലെ തന്നെ നോർത്തും തമ്മിൽ നടന്ന യുദ്ധം. ഈ സൗത്തിലുള്ള ആളുകൾ, അവിടുത്തെ സ്റ്റേറ്റുകളൊക്കെ എന്താണ്, ഈ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളൊക്കെ എന്താണ്, സ്ലേവറി, അവരുടെ കൃഷിയിടങ്ങളിലൊക്കെ പണിയെടുപ്പിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിരുന്നു സൗത്തുകാർ. സോ അതിനെതിരെ നോർത്തുകാർ നടത്തിയ ഒരു എന്താണ്, ധാർമ്മികപരമായിട്ടുള്ളൊരു യുദ്ധം എന്നൊക്കെ പറയാം. നമ്മുടെ 1860 നമ്മുടെ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് എബ്രഹാം ലിങ്കൺ ചാർജ് ചെയ്യുന്നത്. അദ്ദേഹം സ്ലേവറിക്കെതിരെ ഭയങ്കരമായിട്ട് വിമർശിച്ച ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു യുദ്ധം, അത് അടിമത്തം നിർത്തലാക്കണം എന്നുള്ള, അത് മാത്രമല്ല കേട്ടോ, പല സാമ്പത്തികപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നെങ്കിലും മെയിനായിട്ട് അടിമത്തം നിർത്തലാക്കണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു യുദ്ധമാണ് ആ ഒരു അമേരിക്കൻ സിവിൽ വാറിൽ നടന്നിട്ടുള്ളത്. അവസാനം 1865 അവർ ആ യുദ്ധത്തിൽ ജയിക്കുകയും ആ ഒരു അമേരിക്ക സ്ലേവറി ഇല്ലാതാക്കുകയും ചെയ്തു. അതോടുകൂടെ തന്നെ എന്താണ്, അവർ സ്വതന്ത്രമാവുകയും ചെയ്തു 1865 കേട്ടോ. സോ അതോടെ എന്താണ്, അവർക്ക് ഒരു ഫ്രീഡം കിട്ടാണ്. നമുക്കൊക്കെ ഇന്ത്യക്കൊക്കെ ഫ്രീഡം കിട്ടിയ പോലെ എന്താണ്, ആ ഒരു സ്റ്റേറ്റ്സ് ഫുൾ എന്താണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ലയിക്കുകയും അങ്ങനെ ഒരൊറ്റ കൺട്രി ആയിട്ട് പിന്നീട് നിലകൊള്ളുകയും ചെയ്തു എന്നുള്ളതാണ്. സോ ഈ ഒരു വിജയത്തിലേക്ക് അവരെ എത്തിച്ചത് എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ആ ഒരു അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ്. അദ്ദേഹത്തിനെയാണ് ഇവിടെ ക്യാപ്റ്റനായിട്ട് പറയുന്നത്. അതുപോലെ ഇതിൽ ഷിപ്പിൻ്റെ ക്യാപ്റ്റനായിട്ടാണ് നമ്മുടെ എബ്രഹാം ലിങ്കനെ പറയുന്നത്. ആ ഒരു ഷിപ്പിന്, ആ ഒരു കൺട്രിയെ, ഒരു അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയാണ് ഒരു ഷിപ്പായിട്ട് അവിടെ പറയുന്നത്. അതിൻ്റെ ക്യാപ്റ്റനായിട്ട് പറയുന്നത് എബ്രഹാം ലിങ്കനെയാണ് കേട്ടോ. അതുപോലെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് ഒരു നാഷണൽ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാവർക്കും മരണമല്ല, അവരുടെ ഒരു സന്തോഷം എന്ന ആ ഒരു ഫ്രീഡം കിട്ടിയതോടെ എന്താണ്, ആ ഒരു നാട് മുഴുവൻ എന്താണ്, ഭയങ്കര സന്തോഷത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യം സംബന്ധിച്ച് എന്താണ്, ഇദ്ദേഹത്തിന് അതിലേറെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗ്രീഫ്, ഒരു സങ്കടം, വിഷമമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കവിതയിൽ പറയുന്നത്. ഒരു സന്തോഷവും സങ്കടവും ഒരുമിച്ച് കോൺട്രാസ്റ്റ് ചെയ്യുന്ന ഒരു പോയമാണിത്. ഒരു രാജ്യം സ്വാതന്ത്ര്യമാവുന്നതോടുകൂടെ തന്നെ അവരുടെ നേതാവിനെ നഷ്ടപ്പെടുന്ന ഒരു വേദന അദ്ദേഹത്തിന്
അബ്രഹാം ലിങ്കനെ ആരോ വധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. സോ ആ ഒരു രാജ്യം കരകയറി എന്നതിന് ഒപ്പം തന്നെ തൻ്റെ ആ ഒരു ലീഡർ നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള ഒരു വേദനയെ കുറിച്ചിട്ടാണ് ഈ ഒരു പോയതിൽ അദ്ദേഹം പറയുന്നത്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഞാൻ പറഞ്ഞല്ലോ ക്യാപ്റ്റനെ സിംബലൈസ് ചെയ്യുന്നത് അബ്രഹാം ലിങ്കണെയാണ്. അതുപോലെ തന്നെ ഷിപ്പ് എന്ന് സിംബലൈസ് ചെയ്യുന്നത് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയാണ്. അത് പറയാണ് അവർ ആ ഒരു കപ്പലും ആ ഒരു ക്യാപ്റ്റൻ നയിച്ച ആ ഒരു കപ്പൽ ഒരു പോർട്ടിലേക്ക് എത്തി. ആ ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. അതിനുശേഷം അവർ ആ പോർട്ടിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. അഥവാ ആ പോർട്ട് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ഒരു വിജയത്തെയാണ്, അല്ലെങ്കിൽ ആ ഒരു സമാധാനത്തെയാണ്, അവർ നേടിയെടുത്തൊരു സമാധാനത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ അവർ ആ ഒരു കപ്പലിലുള്ള ആ ഒരു യാത്ര കഴിഞ്ഞ് ഒരു പോർട്ടിലേക്ക് എത്തി എന്നുള്ള സന്തോഷം പറയുന്നത് ആ ഒരു ക്യാപ്റ്റൻ ആയിട്ടുള്ള എബ്രഹാം ലിങ്കൺ എന്താണ്, തൻ്റെ ആ ഒരു സ്വതന്ത്രമായിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ നയിച്ച് എന്താണ് ആ ഒരു വിജയത്തിലേക്ക് എത്തി എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇത് സിംബലൈസിങ്ങിലൂടെയാണ് ഈ ഒരു പോയം പറയുന്നത് എന്ന് മാത്രം. ആളുകളെല്ലാം ആ ഒരു വിജയം എന്താണ് സെലിബ്രേറ്റ് ചെയ്യാണ്. ഭയങ്കര സന്തോഷത്തോടു കൂടെ ആളുകളെല്ലാം ഇവരെ വരവേൽക്കുകയാണ്. പക്ഷേ പെട്ടെന്നാണ് നമ്മുടെ ക്യാപ്റ്റൻ എന്താണ് അദ്ദേഹം മരിക്കുകയും രക്തം ചോരുകയും ഒക്കെ ചെയ്യുന്നത് കാണുന്നത്. അവർ ആ ഒരു പോർട്ടിൽ എത്തി. പക്ഷേ അപ്പോഴേക്കും എന്താണ് നമ്മുടെ ആ നായകന് മരണപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ വിജയിച്ചെങ്കിലും നമ്മൾക്ക് എന്താണ് വലിയൊരു നഷ്ടം തന്നെ ഉണ്ടായി എന്നുള്ളതാണ് അവിടെ പറയുന്നത്, ഒന്നാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ സ്റ്റാൻസയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ക്യാപ്റ്റനോട് നമ്മുടെ പോയറ്റ് ബെഗ് ചെയ്യുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേൽക്കുക എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയാണ്. അതുപോലെ ഈ ഒരു സെലിബ്രേഷൻ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു സെലിബ്രേഷനിൽ നിങ്ങൾ എണീറ്റ് ഇതിലൊരു പങ്കാളിയാവോ എന്നുള്ളത് പറയും. ഇതൊക്കെ എന്താണ് ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ഒരു ഡയലോഗിലൂടെയാണ് കേട്ടോ അദ്ദേഹം പറയുന്നത്. കാരണം എന്താണ്, മരിച്ച് ഒരു നമ്മളടുത്തൊരാൾ മരിച്ച് കിടക്കുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു മരണം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അത് ഓരോ സമയം നമുക്ക് അതെന്താണ് ഒരു മൊമെൻറ്റിൽ നമുക്ക് എന്താണ് ഇതൊരു ശരിക്കുമുള്ളൊരു സത്യമാണോ അതോ ഒരു നമ്മൾ കാണുന്ന സ്വപ്നമാണോ എന്നൊക്കെ തോന്നിപ്പോകുന്ന ആ ഒരു എന്താ വൈകാരിക നിമിഷങ്ങളുണ്ടല്ലോ, അതിനെയാണ് ഇവിടെ നമ്മുടെ കവി സൂചിപ്പിക്കുന്നത്. അഥവാ ഇതൊന്ന് യാഥാർത്ഥ്യമല്ലായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ആ ഒരു പോയിട്ട് പിന്നീട് റിയലൈസ് ചെയ്യുകയാണ് ഇതെന്താണ് ശരിക്കും നമ്മുടെ ക്യാപ്റ്റൻ ഇനിയില്ല, അദ്ദേഹം എന്താണ് മരണപ്പെട്ടു പോയി, ഇനി അദ്ദേഹം ഒരിക്കലും ഈ ഒരു ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല എന്നുള്ളത് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ പോയറ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ മരണം നടന്നു എന്നുള്ളത് അദ്ദേഹം ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവസാനത്തെ സ്റ്റാൻസ ആവുമ്പം നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം ആ ഒരു ഹാഷായിട്ടുള്ള ആ ഒരു സത്യത്തെ അദ്ദേഹം ഉൾക്കൊണ്ടു. അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ്, അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളൊക്കെ എന്താണ് തണുത്ത് മരവിച്ച് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹേർട്ട് ഒരിക്കലും ഇടിക്കുന്നില്ല. ആ ഒരു ബീറ്റ് എന്താണ് സ്റ്റോപ്പായിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കപ്പൽ എന്താണ് ആ ഒരു പോർട്ടിൽ സേഫായിട്ട് ലാൻഡായിട്ടുണ്ട്. സോ നമ്മുടെ ആ ഒരു ജേണി കഴിഞ്ഞു. നമ്മൾ ഗോള് നമ്മൾ അച്ചീവ് ചെയ്യുകയും ചെയ്തു. എല്ലാവരും ഈ ഒരു സന്തോഷം ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പോയറ്റ് എന്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ക്യാപ്റ്റനോടുള്ള ആ ഒരു വൈകാരികമായിട്ടുള്ളൊരു ബന്ധം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഓടുള്ള ആ ഒരു പറയാൻ തക്കവണ്ണത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിഷാദം, അതാണ് അദ്ദേഹം ഇവിടെ ഒരു പോയത്തിലൂടെ എടുത്തു കാണിക്കുന്നത്. നമ്മൾ വിജയത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് വിജയം നേടിത്തന്ന ഒരാളില്ലാതിരിക്കുമ്പോൾ ഒരു അവസ്ഥയാണ് അദ്ദേഹം ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അഥവാ ഒരു ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗ്രീഫിനെയുമാണ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അഥവാ ഇതൊരു എലജി ആയിട്ടുള്ള പോയമാണ്. ഇദ്ദേഹം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റിന് ആയിട്ടുള്ള അബ്രഹാം ലിങ്കന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു എലജി ആയിട്ടുള്ള ഒരു പോയമാണ്. സോ ഇതെന്താണ് ഒരേ സമയം ഒരു മിക്സ്ഡ് ഇമോഷനാണ് നമുക്ക് ഇതിലൂടെ തരുന്നത്. ഒരു വിജയത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു ട്രാജഡി എന്നുള്ള രീതിയിൽ, അഥവാ ഒരു ദുരന്തം ഒരു വിജയത്തോടു കൂടെയുള്ള ഒരു ദുരന്തം നടക്കുന്നതിനോട് സമാനമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ഒരു കവിത പറയുന്നത്. അവസാനം അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലീഡേഴ്സ് മേ ബി മരണപ്പെട്ടേക്കാം, പക്ഷേ അവർ തന്ന ആ ഒരു എന്താ പറയുക സ്പിരിറ്റ്, അല്ലെങ്കിൽ അവർ ചെയ്ത ആ ഒരു സാക്രിഫൈസ് അത് എന്നും ജീവിതകാലം മുഴുവൻ നിലനിൽക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോഴും നമ്മളും എന്താണ് അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അത്രയും മഹത്തായിട്ടുള്ള ആ ഒരു അമേരിക്കൻ പ്രസിഡൻറ്റെ നമ്മൾ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്, നമ്മൾ അതിനെക്കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. സോ അത് തന്നെയാണ് ആ ഒരു ലീഡർ, ആസ് എ ലീഡർ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൈവരിച്ച ഏറ്റവും വലിയ എന്താ പറയുക ഒരു അഭിമാനം എന്ന് പറയുന്നത് അത് തന്നെയാണെന്നാണ് നമ്മുടെ അഥവാ അവർ നമുക്ക് തന്ന ഒരു സ്പിരിച്വാലിറ്റി ഒരിക്കലും എന്താണ് നഷ്ടപ്പെടില്ല. അത് ഈ ഒരു ലൈഫുള്ളിടത്തോളം കാലം, ഈ ഭൂമിയിൽ ആളുകളുള്ളിടത്തോളം കാലം അവരെക്കുറിച്ച് പഠിക്കുകയും അത് നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ പോയിട്ട് അവസാനം പറയുന്നത്. അഥവാ ഓൾമോസ്റ്റ് എല്ലാ കാലവും ഇവർ ചെയ്ത നന്മ എപ്പോഴും നിലനിൽക്കും എന്നുള്ളതാണ്. ഇതിലൂടെയാണ് ഈ ഒരു പോയം അവസാനിക്കുന്നത്. ഈ ഒരു പോയത്തിൽ അദ്ദേഹം കൂടുതലായിട്ടും പറയാൻ ആഗ്രഹിച്ചത് ഒരു പാട്രിയോട്ടിസത്തിനെ കുറിച്ചിട്ട്, അവരുടെ ഒരു ദേശസ്നേഹത്തെക്കുറിച്ചിട്ട്, ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു മഹത്വത്തെക്കുറിച്ചിട്ട്, അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു സാക്രിഫൈസിനെ കുറിച്ചിട്ട്, ഒരു മരണം എന്നത് യാഥാർത്ഥ്യമാണല്ലോ, അത് നമ്മൾ ഉൾക്കൊള്ളുന്ന ആ ഒരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു മൊമെൻറ്റിനെ കുറിച്ചിട്ട്, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പോയം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന തീംസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പോയത്തിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പോയമായിട്ടുള്ള പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്ന പോയത്തിലേക്ക് ഒന്ന് പോവാം.
ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നൊരു പോയമല്ല. കുറച്ചൊരു ഡിഫിക്കൽട്ട് ഉള്ളതാണ്. ബട്ട് നോ പ്രോബ്ലം. നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഞാൻ എനിക്ക് കഴിയുന്ന രീതിയിൽ, പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. പക്ഷേ നിങ്ങൾ ഈ ഒരു ക്ലാസ് കേൾക്കുമ്പം തന്നെ ആ ഒരു നോട്ടുകളും കാര്യങ്ങളൊക്കെ എഴുതുകയാണെങ്കിൽ, ആ ഒരു പോയിന്റുകൾ മാത്രമായിട്ടാണെങ്കിലും അത് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വെറുതെ അത് പറഞ്ഞു പോയാൽ ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ അത് നിൽക്കില്ല. ആ ഒരു സംഭവം നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ നിങ്ങളൊന്ന് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടോ. സോ നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട്. ദ പാസേജ് ടു ഇന്ത്യ 1871 ഈ ഒരു പോയം പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു ഫിലോസഫിക്കൽ ആൻഡ് സ്പിരിച്വൽ പോയാണ്. സോ അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ പഠിച്ച ഒരു പോയത്തിൻ്റെ പോലെ അല്ല. ആ ഒരു തീം അതിന് പുറത്തേക്ക് കാണുന്നുണ്ട്, നമുക്ക് എന്താണ് അതിൻ്റെ ഒരു അർത്ഥം എന്നുള്ളത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് കുറച്ചൊരു, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു ഇതിൽ പറയുന്ന ഒരു തീം എന്താ വെച്ചാൽ, ദ യൂണിറ്റി ഓഫ് ദ വേൾഡ്, ഈ ഒരു ലോകത്തിൻ്റെ തന്നെ ഒരു യൂണിറ്റി, ആ ഒരു ഒരുമ പറയാൻ വേണ്ടിയിട്ട്. അഥവാ ഫിസിക്കലായിട്ടും ദെൻ ഇൻ്റലക്ച്വലായിട്ടും ദെൻ സ്പിരിച്വലായിട്ടുമുള്ള ഒരു ഒരുമ കാണിക്കാൻ വേണ്ടിയിട്ട്, ആ ആ ഒരുമയാണ് ഈ ഒരു പോയത്തിലൂടെ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? എല്ലാ രാജ്യങ്ങളും അതുപോലെ എല്ലാ ഈസ്റ്റും വെസ്റ്റും സൗത്തും എല്ലാം ഒരുമിക്കണം എന്നുള്ള ഒരു സംഭവം, അത് ഫിസിക്കലായിട്ടും ഒരു സ്പിരിച്വലായിട്ടും ഉള്ള ഒരു ഒരുമ വേണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ടെക്നോളജിക്കൽ വൈസ് ആയിട്ട് ഒരുപാട് ഇന്നോവേഷൻസ് നടന്നിട്ടുണ്ട്. സോ ത്രൂ ഔട്ട് ദ വേൾഡ് കേട്ടോ. അഥവാ അതിനൊന്നാമത്തെ ഉദാഹരണമാണ് നമ്മൾ സൂയസ് കനാൽ. നമ്മുടെ യൂറോപ്പും ഏഷ്യയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഒരു കനാലുണ്ടല്ലോ, 1869 അത് ഓപ്പൺ ആയത്. അതുപോലെ തന്നെ ട്രാൻസ്കോണ്ടിനെൻ്റൽ റെയിൽ റോഡ്, അഥവാ ഈസ്റ്റിനെയും വെസ്റ്റ് കോഴ്സ് ഓഫ് അമേരിക്കനെയും ബന്ധിപ്പിക്കുന്ന സംഭവമാണ്. സോ ഇതൊക്കെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പറയാണ്, ഇതൊക്കെ എന്താണ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഹ്യൂമൻ പ്രോഗ്രസ്, എന്തിനു വേണ്ടിയിട്ടുള്ള ഗ്ലോബൽ യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹ്യൂമൻ്റെ പ്രോഗ്രസ് ആയിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പം മനുഷ്യന്മാരെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യന്മാരെ ഒരുമിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ സ്വയം ഇങ്ങനത്തെ ഇന്നോവേഷൻസ് കണ്ടുപിടിക്കുന്നു. അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ്, ആ ഒരു ലിങ്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ ഇന്നോവേഷൻസ് കണ്ടുപിടിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു മോഡേൺ ആയിട്ടുള്ള ഈ അച്ചീവ്മെൻറ്റ്സും ഈ ഒരു സയൻസിനൊക്കെ എന്താണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് ആ ഒരു സംഭവത്തെ അദ്ദേഹം പൂർണ്ണമായിട്ടും തള്ളിക്കളയല്ല ചെയ്യുന്നത്. അതിനെ എന്താണ്, അതിനെ പിടിക്കുകയാണ് ചെയ്യുന്നത്. അഥവാ അതെന്താണ്, ഇതൊരിക്കലും ദൈവത്തിന് എതിരല്ല. ഇതെന്താണ്, ദൈവത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക, തീരുമാനമാണ് ഈ ഒരു പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ. സോ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത്. പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ എന്താണ്, മനുഷ്യന്മാരെ കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ദൈവത്തിൻ്റെ ഒരു തീരുമാനം തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതിൻ്റെ മെയിൻ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സോ ഈ ഒരു പോയിന്റ് തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം മനുഷ്യന്മാർ കണ്ടുപിടിച്ച ഇന്നോവേഷൻസിനൊക്കെ അദ്ദേഹം പ്രൈസ് ചെയ്യാണ്. ഈ ഒരു സംഭവങ്ങളൊക്കെ, ഈ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ എന്താണ്, മനുഷ്യന്മാരുടെ ഒരു ഗ്ലോബൽ യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഉള്ള കണ്ടുപിടിച്ചതാണ്. ഈ ഒരു ടെക്നോളജിയൊക്കെ എന്താണ്, ദൈവത്തിൻ്റെ ഒരു ദൈവം ഒരിക്കലും ഈ ഒരു ടെക്നോളജിക്ക് എതിരല്ല എന്നും, അതുപോലെ ഇതൊക്കെ എന്താണ്, ദൈവത്തിൻ്റെ പ്ലാനിൻ്റെ ഒരു പാർട്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ്സ് ദ പാർട്ട് ഓഫ് ദ ഗോഡ് പ്ലാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ദൈവത്തിൽ നിന്ന് തന്നെ ഉള്ളതാണ്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് ഫോർ ഗ്ലോബൽ യൂണിറ്റി, ഗ്ലോബൽ യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ നമ്മുടെ ഇന്ത്യനെ, ഇത് എന്തുകൊണ്ട് ഈ ഒരു അമേരിക്കൻ റൈറ്റർ എഴുതിയിട്ടുള്ള ഈ ഒരു പോയത്തിരി നമ്മുടെ ഇന്ത്യൻ്റെ പേര് വന്നു എന്നുള്ളത് ആണ് ഇനി പറയാൻ പോകുന്നത്. കാരണം എന്താണ്, അദ്ദേഹം ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിംബലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള സിമ്പിളാണ്. അദ്ദേഹം ഞാൻ പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ആത്മീയമായിട്ടുള്ളൊരു ഒരു യൂണിറ്റിയാണ് കേട്ടോ അദ്ദേഹം പറയുന്നത്. അഥവാ അദ്ദേഹം പറയുന്നത് ഒരു പല രാജ്യങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ, ഒരു ഭൗതികമായിട്ടുള്ള ഒരു പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഇന്നോവേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ പോലും അതിലൂടെ മാത്രമല്ല, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള, ഒരു ആത്മീയമായിട്ടുള്ള ഒരു യൂണിറ്റും കൂടെ വേണം എന്നുള്ളതാണ് പറയുന്നത്. സോ അദ്ദേഹം ഈ ആത്മീയത പറയുമ്പം കൂടുതലായിട്ടും പോകുന്നത് എന്താണ്, ഈ ആത്മീയത ഒക്കെ എവിടെ നിന്നാണ് വരുന്നത്, നമ്മുടെ ആൻഷ്യൻ്റ്, നമ്മുടെ ഇന്ത്യ, ആ ഒരു പഴയകാല നമ്മുടെ ഭാരതത്തിൽ നിന്നാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു സ്പിരിച്വൽ വരുന്നത്. അവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം എന്നാണ് അദ്ദേഹം പറയുന്നത്. അഥവാ നമ്മുടെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള വിസ്ഡം, റിലീജിയൻ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്തിട്ട് പറയുന്നത് കേട്ടോ. അഥവാ ഈ അദ്ദേഹം ഇമാജിൻ ചെയ്യുന്ന എന്താണ്, പാസേജ് ടു ഇന്ത്യ എന്ന് പറഞ്ഞ് ഒരു സീയിലൂടെ ഉള്ള ഒരു റൂട്ടായിട്ടല്ല അദ്ദേഹം പറയുന്നത്. ദ ജേണി ടുവാർഡ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? യെസ്, ട്രൂത്തിന് വേണ്ടിയിട്ടുള്ള, ശരിക്കും ഉള്ള ഒരു സത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര. ആ ഒരു യാത്ര, ആ ഒരു യാത്രേനെയാണ് ഒരു പാസേജ് ടു ഇന്ത്യ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്താണ്, ദ യൂണിയൻ ഓഫ് ദ വെസ്റ്റ് സയൻസ്, അവരുടെ വെസ്റ്റുകാരുടെ സയൻസിനെയും അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റുകാരുടെ എന്താണ്, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു യൂണിറ്റിയാണ് അവർ
നമ്മുടെ കവി ആഗ്രഹിക്കുന്നത്. അഥവാ പുതിയ ഇന്നോവേഷൻസും കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു വളർച്ചയും കൂടെ വന്നാൽ അത് എത്രത്തോളം എന്താണ് കവിക്ക് പറയാൻ പറ്റുന്നതിലും അപ്പുറമാണ് അതിൻ്റെ ഒരു ശക്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ അത് രണ്ടിനെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത്. അഥവാ ഇന്നോവേഷൻസിന് അദ്ദേഹം ഒരിക്കലും വില കുറച്ച് കാണുന്നില്ല. കാരണം അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്. ദൈവത്തിൻ്റെ വിധിയുടെ ഒരു ഭാഗമാണ് എന്ത് ഈ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ. പക്ഷെ അതുപോലെ തന്നെ നമ്മളെന്താണ് ഈസ്റ്റുകാരുടെ എന്താണ് ആ ഒരു സ്പിരിച്വാലിറ്റി നമ്മളെന്താണ് നേടിയെടുക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് ഈ സ്പിരിച്വൽ എന്ന് പറയുമ്പം ഈ ഒരു ഇന്ത്യ വരും നമ്മുടെ ആൻഷ്യൻ്റ് മിത്തുകൾ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതല്ലേ. സോ ആ ഒരു കണക്ഷൻ ആയിരിക്കാം മേ ബി അദ്ദേഹം ഇവിടെ ഇന്ത്യ എന്നതുകൊണ്ട് അദ്ദേഹം കണക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് പറയാം. അതുപോലെ പിന്നീട് അദ്ദേഹം പറയുന്നത് ആ ദൈവത്തിൻ്റെ ആ ഒരു പ്ലാനിനെ കുറിച്ചിട്ട് തന്നെയാണ്. ദൈവത്തിൻ്റെ ആ ഒരു യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിനെ കുറിച്ചിട്ടാണ്. എന്താണ് മനുഷ്യന്മാരെല്ലാവരും എന്താണ് ഒന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഇന്നോവേഷൻസിൻ്റെ ബാക്കിലും അദ്ദേഹത്തിന് ദൈവത്തിനെ തന്നെയാണ് കാണാൻ പറ്റുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ പോയറ്റിന് ഒരു സ്പിരിച്വൽ ജേണി ചെയ്യാൻ എന്താണ് അതിയായ ആഗ്രഹമുണ്ട്. അഥവാ കൂടുതൽ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് എന്താണ് ഒരു പുതിയൊരു പാസേജ് കണ്ടുപിടിക്കണം. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പാസേജ് വേണം എന്നുള്ളതാണ് പറയുന്നത്. അഥവാ ഇതൊരു ഷിപ്പിലൂടെയുള്ളൊരു യാത്രയല്ല അദ്ദേഹം പറയുന്നത്. സ്പിരിച്വൽ വൈസ് അദ്ദേഹം ആത്മീയമായിട്ടുള്ളൊരു യാത്ര അദ്ദേഹത്തിന് ആവശ്യമുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത്. സോളിനെ സോളുമായിട്ട് തൻ്റെ ആത്മാവുമായിട്ട് എന്താണ് അദ്ദേഹം യാത്ര ചെയ്യാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. സോ അങ്ങനെ സോളിനോട് ലോകം കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനോട് അഥവാ ഒരു മരണത്തിനെ സംബന്ധിച്ചാണ് അദ്ദേഹം ഒരു മരിക്കുമ്പോൾ എന്താണ് നമ്മുടെ സോൾ എന്താണ് എറ്റേണൽ ആവെന്ന് പറയും, ഇമ്മോർട്ടാലിറ്റി കൈവരിക്കുമെന്ന് പറയുമല്ലോ. സോ ആ ഒരു ബേസിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. എന്താണ് സോള് തൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയതാണ്. സോള് ഈ ഉയരങ്ങളിലേക്ക് പറക്കുമെന്നാണ്. ഈ ലോകം മുഴുവൻ ചുറ്റാൻ ആർക്ക് കഴിയും? ആ സോളിന് കഴിയും എന്നതാണ് അദ്ദേഹം ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്താണ് ദ ഫ്യൂഷൻ ഓഫ് ഈസ്റ്റ് വെസ്റ്റ്. അദ്ദേഹം അത് മുൻകൂട്ടി കാണാണ്. അഥവാ നമ്മുടെ വെസ്റ്റുകാരുടെ കൂടുതലായിട്ടുള്ള ഇന്നോവേഷൻസ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റുകാരുടെ ആ സ്പിരിച്വൽ ആയിട്ടുള്ള ഡെപ്തും കൂടി ഒന്നിച്ചു ചേർന്നാൽ എന്താണ് ഒരു കംപ്ലീറ്റ് ഹ്യൂമൻ സിവിലൈസേഷൻ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഒരു നാഗരികത അതുണ്ടാവും എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. പൂർണ്ണമായിട്ടുള്ളൊരു നാഗരികത മനുഷ്യന്മാർക്ക് എന്താണ് കൈവരിക്കാൻ പറ്റും എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ളൊരു വിഷനും പറയുന്നുണ്ട്. അഥവാ ഒരു ഇമാജിൻ ചെയ്യാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിച്വൽ വോയേജിനെ കുറിച്ചിട്ട്. ഒരു മരണത്തിലൂടെ അദ്ദേഹം എന്താണ് ഇമ്മോർട്ടാലിറ്റിയിലേക്ക് പോകുന്ന ആ സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു പാസേജിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അഥവാ അയാളുടെ മരണത്തെ കുറിച്ചിട്ട് തന്നെയാണ്. എന്താ അദ്ദേഹത്തിൻ്റെ സോള് ഈ ഭൂമിയെ വിട്ടു പോകുന്ന ആ ഒരു സീന് അദ്ദേഹം ഇവിടെ ഇമാജിൻ ചെയ്യാണ്. ഈ ഒരു പോയം അവസാനിക്കുമ്പം പറയുന്നത് എന്താണ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേണി എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹത്തിന് വെറും ഒരു സമുദ്രത്തിലൂടെയുള്ള ഒരു യാത്രയല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്താണ് ദ ജേണി ടു എറ്റേണിറ്റി. ആ ഒരു മരണമില്ലാത്ത ആ ഒരു എന്താ പറയുക ആ ലോകത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഇമ്മോർട്ടലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ചിട്ടാണ് ഈ ഒരു എൻഡിങ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഐ തിങ്ക് യു ഹാവ് ഗോട്ട് എവറിത്തിങ്. എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പോയമാണ് എന്ന് എനിക്കും തോന്നി. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാനിതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ പലപ്പോഴും അതാണ് ക്ലിക്കിലൂടെ നമുക്ക് കിട്ടുന്നില്ല എന്ന് മാത്രം. ഇതിൻ്റെ മെയിൻ പോയിന്റുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ. അതുപോലെ ഇതിൻ്റെ തീംസ് ആയിട്ട് വരുന്നത് ഒരു ഗ്ലോബൽ യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ കവി ആഗ്രഹിക്കുകയാണ്. ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് എന്താണ് അദ്ദേഹം എന്താണ് ഒരു സ്പിരിച്വാലിറ്റിയെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ പറയുന്ന മറ്റൊരു കാര്യം എന്താണ് ഈസ്റ്റിൻ്റെയും വെസ്റ്റിൻ്റെയും ഒക്കെ ഒരു ആ ഒരു അവർ തമ്മിലുള്ള ആ ഒരു എന്താണ് ആ ഒരു ഒരുമ അതിനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജേർണി ഓഫ് ദ സോളിൻ്റെ ആ ഒരു ജേർണിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫെയ്ത്ത് ഇൻ ഹ്യൂമാനിറ്റി, ആ ഹ്യൂമാനിറ്റിയിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ തീമായിട്ട് വരുന്നത് കേട്ടോ. സോ ഈ ഒരു യൂണിറ്റ് ഇതോടുകൂടെ എൻഡ് ആവാണ്.